ഹലോ, നമുക്കിന്നേ കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ വിചാരിച്ചു ഒരു മീൻ കറി വെച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ നേരെ പോയി മീൻ വാങ്ങി വന്നു. അപ്പോൾ അതാ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി മാങ്ങയിട്ട മീൻ കറിയാണ് കേട്ടോ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയാലോ. വാ കാണാം. നമ്മൾ വാങ്ങിയിട്ടുള്ളത് അയിലയാണ് കേട്ടോ. ഇതാവുമ്പോൾ നന്നാക്കാനും എളുപ്പമാണല്ലോ. 5 മീനാണ് ആകെ കൂടി കിട്ടിയത്. അപ്പോൾ നമുക്കിനി ഇതിനെ വെട്ടി ക്ലീനാക്കി എടുത്തിട്ട് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിത് എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയാണോ വെക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് വെക്കാനുള്ളതും വറക്കാനുള്ളതും തരംതിരിക്കാം. അപ്പോൾ അതാ നമ്മൾ ആകെ കൂടി വെട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് നമ്മൾ വെക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കഥയിലെ പ്രധാന നായകൻ മൂവാണ്ടമാങ്ങയാണ്. മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഒരു സവാള, ഇഞ്ചി, പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണേ. തക്കാളി ചേർക്കുന്നില്ല മാങ്ങ ഇടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് തക്കാളി കൂടി ചേർക്കാറുണ്ട്. അതുപോലെ കുടപ്പുളി ഇടുന്ന സമയമാണെങ്കിൽ കുടപ്പുളി കുറച്ച് വെള്ളത്തിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് മാങ്ങയുള്ള കാരണം ഈ തക്കാളിയുടെയും കുടപ്പുളിയുടെയും ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളിത് 1.5 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം അതിലൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. ഇനി നമുക്ക് നാളികേരം ചെരുകി എടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ അരമുറി തേങ്ങയാണ് കേട്ടോ ചെരുകി പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടാൻ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 തളയൊക്കെ വന്നു. അപ്പോൾ നമ്മളിതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മീനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയും മീനും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 2 തളയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരം അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ നാളികേരം നല്ല നൈസായിട്ട് അരച്ച കാരണം കൊണ്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ്, അരിക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇളക്കി കൊളാക്കരുത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നാളികേരം ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതാ നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ. ഇനി ഇതൊന്ന് 2 തള തിളയ്ക്കണം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉള്ളി മൂപ്പിച്ച് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ എൻ്റെ മിസ്സായി. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആ മൂപ്പിച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതാ നമ്മുടെ കൂട്ടാൻ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയിട്ട് അയലക്കറി ഇവിടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എഴുതുക. അപ്പോൾ എല്ലാവർക്കും ബൈ.